ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 251 ദിവസം. സൂറത്തുൽ ബഖറ 244. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وقاتلوا في سبيل الله واعلموا أن الله سميع عليم. വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ സരണയിൽ യുദ്ധം ചെയ്യുവിൻ. അവൻ എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു എന്നറിഞ്ഞിരിക്കുവിൻ. ആദർശ വിശ്വാസങ്ങളുടെ പേരിൽ സ്വദേശത്തു നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട് മദീനയിൽ കഴിയുന്ന മുസ്ലിങ്ങളെ അവിടെ നിന്നും തുരത്താൻ ശത്രുക്കൾ കോപ്പുകൂട്ടിക്കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ഈ സൂക്തത്തിൻ്റെ അവതരണം. അതുകൊണ്ട് തന്നെ ഇത് നാടുകൾ വെട്ടിപ്പിടിക്കുക എന്ന അർത്ഥത്തിലുള്ള യുദ്ധകൽപ്പനയല്ല. ഈ സൂക്തത്തെയും തൊട്ടടുത്ത സൂക്തത്തെയും അവയുടെ ചരിത്ര പശ്ചാത്തലത്തിൽ വെച്ച് മനസ്സിലാക്കുമ്പോൾ ഇത് ചോര ചിന്താനുള്ള പ്രോത്സാഹനമോ യുദ്ധത്തിനുള്ള നിരുപാധികമായ ശാസനയോ അല്ലെന്ന് മനസ്സിലാവും. സാധാരണ യുദ്ധത്തിൻ്റെ പ്രേരണകൾ സ്വാർത്ഥമായ താൽപ്പര്യങ്ങളായിരിക്കും. സമ്പത്തിനു വേണ്ടിയോ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനോ വംശീയതക്കോ വർണ്ണവെറിയാലോ മറ്റുമൊക്കെ. എന്നാൽ ഇവിടെ യുദ്ധം ദൈവമാർഗത്തിലാണ്. അഖില പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായ പടച്ച തമ്പുരാൻ്റെ മാർഗത്തിലുള്ള പോരാട്ടം സകല പൈശാചികതയിൽ നിന്നും മുക്തമായിരിക്കും. വാക്കുകൾ ശ്രവിക്കുകയും അതിൻ്റെ പിന്നാമ്പുറ രഹസ്യങ്ങൾ അറിയുകയും ചെയ്യുന്നവൻ, അർത്ഥനകൾ കേട്ടിട്ട് അതിനുത്തരം നൽകുന്നവൻ, ജീവിതത്തിനും ഹൃദയത്തിനും ഹിതകരമായത് എന്തെന്നറിയുന്നവൻ. ദൈവമാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യുക. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരധ്വാനവും നിഷ്ഫലമല്ല. ജീവിതം നൽകുന്നതും അത് തിരിച്ചെടുക്കുന്നതും അവനാണല്ലോ. ദൈവമാർഗത്തിലെ സമരമെന്നാൽ ധനവ്യയവും ആത്മബലിയുമാണ്. അള്ളാഹു അവൻ്റെ ദാസൻ്റെ ഓരോ ചുവടുവെപ്പിലും കൂടെ ഉണ്ടാവും. അതിനാൽ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. അവൻ വിളി കേൾക്കുകയും സഹായിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.